നമ്മളൊക്കെ വിചാരിക്കാറില്ലേ നമ്മുടെ ജീവിതത്തിന്റെ മെയിൻ ക്യാരക്ടർ നമ്മളാണെന്ന്. നമ്മളെ പോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ളവരും നമ്മുടെ പ്രിയപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ളവരും നമ്മളെ മെയിൻ ക്യാരക്ടറായിട്ട് കാണുന്നുണ്ടാവോ എന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് നമ്മൾ ആലോചിക്കാറില്ലേ? അപ്പൊ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഞാൻ എങ്ങനെയാണ് സംശയം എന്ന ഏറ്റവും പുതിയ സിനിമയിലെ ആക്ടേഴ്സിനെ ക്യാരക്ടേഴ്സ് ആക്കി മാറ്റിയതെന്നുള്ളതാണ്, മെയിൻ ക്യാരക്ടറാക്കി മാറ്റിയതെന്നുള്ളതാണ്. ആൻഡ് ഇതിൽ എന്തൊക്കെ ശ്രദ്ധിച്ചാലാണ് നിങ്ങൾക്കും ആക്ച്വലി നിങ്ങളുടെ ലൈഫിലെ മെയിൻ ക്യാരക്ടറായി ലുക്ക് കൊണ്ട് മാറാൻ പറ്റുക എന്നുള്ളതാണ്. വെൽക്കം ബാക്ക് ടു വീണ സിനർച്ചൽ. ഞാൻ വീണ. പ്രൊഫഷണലൈസ് ഞാനൊരു സർട്ടിഫൈഡ് ഇമേജ് കൺസൾട്ടന്റ് ആൻഡ് പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ആണ്. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ഇമേജ് മേക്കേഴ്സോ സ്റ്റൈലിംഗ് സർവീസസോ സ്കിൻ കെയർ കൺസൾട്ടേഷൻസോ വേണമെങ്കിൽ എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ മടിക്കേണ്ട. ഞാൻ എൻ്റെ ഇൻസ്റ്റ ഐഡിയും അതോടൊപ്പം തന്നെ എൻ്റെ മെയിൽ ഐഡിയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ വേണ്ടവർക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും ആക്ച്വലി ഇൻട്രോയിൽ പറയാറുള്ളൊരു കാര്യമാണ്, ഞാൻ സ്റ്റൈലിംഗ് ആണ് ചെയ്യുന്നത്, എൻ്റെ പ്രൊഫഷൻ അതാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ കൂടുതൽ പേരും ആക്ച്വലി എൻ്റെ അടുത്ത് കൺസൾട്ടേഷൻസ് എടുക്കാറുള്ളതും അവർക്ക് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഗൈഡൻസ് എനിക്ക് കൊടുക്കാൻ പറ്റാറുള്ളതും. അപ്പോൾ ഞാൻ നോർമലി ചെയ്യുന്നത് ഈ ഇമേജ് കൺസൾട്ടൻറ്റ് എന്നുള്ള രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ സെലിബ്രിറ്റി സ്റ്റൈലിംഗ് ഞാൻ ചെയ്യാറുണ്ട്, അതുപോലെ ഷൂട്ട്സ് ഞാൻ ചെയ്യാറുണ്ട്, ആഡ് ഷൂട്ട്സ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്, എഡിറ്റോറിയൽ ഷൂട്ട്സ് വനിത പോലെയുള്ള മാഗസിൻസിൻ്റെയൊക്കെ കവർ പേജസ് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ ഞാൻ മൂവിയിലും വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ സത്യത്തിൽ ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചെയ്ത മൂവി സ്റ്റൈലിംഗ് ചെയ്ത ഒരു സിനിമയാണ് സംശയം. ആക്ച്വലി ഇപ്പോൾ തിയേറ്ററിൽ ഓടുന്നുണ്ട്. നിങ്ങളിൽ കുറേ പേരെങ്കിലും ആക്ച്വലി അത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കുറെ പേര് ഇനി കാണാനിരിക്കുന്നുണ്ടാവും. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ കാണണം എന്നാണ് ഞാൻ പറയാം. പ്രത്യേകിച്ച് എൻ്റെ ഓഡിയൻസ് കൂടുതലും സ്ത്രീകളായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ എടുത്തു പറയുന്നത്. ഒരുപാട് എലമെന്റ്സ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ളതുണ്ട് അതിനകത്ത്. ആൻഡ് ഭയങ്കര ഇമോഷണൽ ആക്കുന്ന ഒരു സിനിമയും കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആക്ച്വലി അത് ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ. അതൊരു ഭയങ്കര തമാശപ്പടമാണെന്നുള്ള രീതിയിൽ പോയി കാണണം ഞാൻ പറയുന്നില്ല, ബിക്കോസ് നിങ്ങൾക്ക് കണക്ട് ആവുന്ന രീതിയിലുള്ള ഒരുപാട് എലമെന്റ്സ് അതിലുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത്, ഈ മൂവിയുടെ ഡയറക്ടർ എന്ന് പറയുന്നത് എൻ്റെ പാർട്ട്ണറാണ്, രാജേഷാണ്. അപ്പോൾ രാജേഷും ഞാനും ഞങ്ങൾ ഒരുമിച്ചുള്ള കാലം ഇപ്പം തുടങ്ങിയിട്ട് ആക്ച്വലി 10 വർഷം ആവുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പല കാര്യങ്ങളിലും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ആണെങ്കിലും രാജേഷ് എന്നോട് ഡിസ്കസ് ചെയ്യാറുണ്ട്, എൻ്റെ പല കാര്യങ്ങളും ഞാൻ രാജേഷിനോടും ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു ലൈഫ് എപ്പോഴും പോകാറുള്ളത്. അപ്പോൾ ഞാൻ ശരിക്കും അപ്പോൾ ഈ ഒരു കഥ രാജേഷിൻ്റെ ഒരു ത്രെഡ് പറയുന്ന സമയത്ത് ഏറ്റവും ആദ്യം തന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, എനിക്കിങ്ങനെ രാജേഷ് പറയുന്ന എല്ലാ കഥയും ഒരുപോലെ വെക്കാവുന്ന ഒരാളൊന്നുമല്ല. എനിക്ക് ചില സമയത്ത് രാജേഷ് ചില കഥകൾ പറയുമ്പോൾ ഞാൻ കരയും, ഞാൻ ഭയങ്കര ഇമോഷണലാവും. ചിലത് പറയുന്ന സമയത്ത് ഞാൻ ചിരിക്കും, ചിലത് പറയുന്ന സമയത്ത് എനിക്ക് പ്രത്യേകിച്ച് വലിയൊരു ഇമോഷനൊന്നും എനിക്ക് ഫീൽ ചെയ്യാതിരിക്കും, അങ്ങനെയൊക്കെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇതെന്നോട് ഈ കഥ ഈ ഒരു ത്രെഡ് പറയുന്ന സമയത്ത് കൂടി ഞാൻ കേൾക്കുന്നൊരു കാര്യം വെച്ചാൽ, ഒരാളുടെ ജീവിതത്തിൽ ശരിക്കും ഇങ്ങനെ സംഭവിച്ചാൽ എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതാണ് എനിക്ക് ഭയങ്കര തോട്ട്ഫുൾ ആയിട്ട് തോന്നിയൊരു കാര്യം. എന്ത് തീരുമാനമായിരിക്കും എടുക്കുക, എങ്ങനെയായിരിക്കും അതിനെ ഡീൽ ചെയ്യുക. ഇപ്പം സപ്പോസ് ഞാൻ ആലോചിക്കുന്നത് എൻ്റെ ലൈഫിലൊക്കെ ആണെങ്കിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതെങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുക എന്നുള്ളതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. എന്നുവെച്ചാൽ ഇതിനൊരു എന്താ പറയുക, ഒരു എൻഡ് എന്ന് പറഞ്ഞൊരു സാധനം പോലും എനിക്ക് പറയാൻ പറ്റില്ല. ഇത് എല്ലാ സമയത്തും ചിലപ്പം അഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. ഞാൻ ശരിക്കും സ്റ്റൈലിങ് കോഴ്സ് ചെയ്യാൻ പോകുന്നതിന് മുൻപാണ് രാജേഷ് ഈ കഥ ആക്ച്വലി ഷെയർ ചെയ്ത് അല്ലെങ്കിൽ പറഞ്ഞ് ഞാൻ കേൾക്കുന്നത് ആദ്യം. അപ്പോൾ ഒന്നും ശരിക്കും ഞാൻ ഇതിനകത്ത് മൂവിയുടെ ഒരു ഭാഗമാവുന്നു, ഇതിനകത്ത് ഇൻവോൾവ് ആവണമെന്ന്, എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല, ബിക്കോസ് അന്ന് എൻ്റെ പ്രൊഫഷൻ അതല്ല. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ മുംബൈയിൽ പോയി ഞാൻ കോഴ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എൻ്റെ സ്റ്റൈലിങ്ങിൻ്റെ പല കാര്യങ്ങളും വരുന്ന സമയത്ത് ഞാൻ എൻ്റെ കോൺസെപ്റ്റൊക്കെ രാജേഷുമായിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്, രാജേഷിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അപ്പോൾ ചില സമയത്ത് രാജേഷ് ചില ക്യാരക്ടേഴ്സിനെയൊക്കെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാൻ പറയും എൻ്റെ മനസ്സിൽ വരുന്ന രൂപം, ഇപ്പോൾ ആ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്, അവരുടെ മുടി ഇങ്ങനെയായിരിക്കും ഇരിക്കുക, അവരുടെ ഫേസ് ഇങ്ങനെയായിരിക്കും, അവരുടെ മേക്കപ്പ് ഇങ്ങനെയായിരിക്കും എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ സ്റ്റൈലിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് ഞാൻ എൻ്റെ വർക്ക്സും എൻ്റെ ഷൂട്ട്സൊക്കെ ആയിട്ട് കോൺസെപ്റ്റ് ഷൂട്ടൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, ഇമേജ് കൺസൾട്ടേഷൻ പ്രോസസ്സ് അപ്പോഴും ഉണ്ട്, അതൊക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ മൂവി വരുന്നത്. രാജേഷ് ആക്ച്വലി ഈ സിനിമയുടെ കാര്യം അല്ലെങ്കിൽ സിനിമയുടെ വർക്ക് തുടങ്ങണം എന്ന് ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ എന്നോട് പറയുന്നൊരു കാര്യം, ഈ സിനിമയുടെ മെയിൻ ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് 2 ടൈപ്പ് ഓഫ് ഫാമിലി ഉണ്ട്. ഒന്ന് ഭയങ്കര സാധാരണക്കാരെ പോലെയുള്ള ഒരു ഫാമിലി ഉണ്ട്, ഒന്ന് ഒരു എന്താ പറയുക കുറച്ച് മോഡേൺ ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ഫാമിലി ഉണ്ട്. അപ്പോൾ ആ ക്ലാസ് ഡിഫറൻസും ഇതിനകത്ത് കാണിക്കണം, ആൻഡ് അറ്റ് ദ സെയിം ടൈം അവരുടെ ഒരു പേഴ്സണാലിറ്റിയുടെ ഡിഫറൻസും ഇതിനകത്ത് കാണിക്കണം. അപ്പോൾ ഇത് രണ്ടും ചെയ്യണം, അത് രണ്ടും ഒരു മൂവിയിലെ തന്നെയാണ്. ആൻഡ് മൂവിക്ക് മൊത്തത്തിലൊരു സ്വഭാവമുണ്ട്, ആ മൂവിയുടെ സ്വഭാവത്തിനപ്പുറത്തേക്ക് ഈ ഒരു കാര്യം ഒന്നും മാറി നിൽക്കാനും പാടില്ല.
അപ്പോൾ അതായത് ഒരുപാട് എക്സ്പെരിമെൻറ്റ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോകാനും പാടില്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടർ ആണെങ്കിലും പ്രിയമതയുടെ ക്യാരക്ടർ ആണെങ്കിലും അതിനകത്ത് എലഗൻസ് അങ്ങനെ തന്നെ ഉണ്ടാവണം. നേരെ മറിച്ച് വിനയ് ഫോർട്ടിൻ്റെയും ലിജോ മോളുടെയും അവരുടെ ക്യാരക്ടേഴ്സിൽ ആക്ച്വലി അവർ ഭയങ്കര സാധാരണക്കാരെ പോലെ തോന്നുകയും വേണം. ഇതിപ്പോൾ എന്നോട് പറയുമ്പോൾ ആദ്യത്തെ എൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ ആദ്യം ഞാൻ സ്റ്റൈൽ ചെയ്ത് തുടങ്ങുന്നത് വിനയ് ഫോർട്ടിൻ്റെയാണ്. വിനയ് ഫോർട്ടിനെ എനിക്ക് നോർമലി തോന്നിയിട്ടുള്ളത് വിനയ് ഫോർട്ട് ആക്കുന്നത് എപ്പോഴും വിനയ് ഫോർട്ടിൻ്റെ ആ ഒരു ഫെമിലിയാരിറ്റി എപ്പോഴും വരുന്നത് ഈ ഒരു മൗത്തിൻ്റെ ഏരിയയാണ്. അപ്പം അവിടെ കുറച്ച് ചേഞ്ച് കൊണ്ടുവന്നാലാണ് ഒരു മാറ്റം ഉണ്ടാവുക എന്ന് തോന്നിയിട്ടാണ് ഞാൻ മെയിനായിട്ട് അതിനകത്തൊരു പല്ല് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു എന്താ പറയുക, ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്തൊക്കെ പോയി അങ്ങനെ തന്നെയാണ് അത് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രോസസ്സൊക്കെ അങ്ങനെ തന്നെയായിരുന്നു. ആൻഡ് പിന്നെ ആളെ കുറച്ച് ഡസ്കി ആക്കിയിട്ടുണ്ട്. അതായത് വിനയ് ഫോർട്ടിൻ്റെയും ലിജോ മോളെയും കുറച്ച് ഡസ്കി ആക്കിയിട്ടുണ്ട്. അവിടെയും എനിക്ക് തോന്നുന്നു ഡസ്കി ആക്കുന്ന സമയത്ത് നോർമലി നമ്മളൊക്കെ കണ്ടുവരാറുള്ള ഒരു കാര്യം, ഡസ്കി ആയിട്ടുള്ള ആൾക്കാരെന്ന് പറയുമ്പോൾ ഇപ്പോൾ സിനിമയിൽ പ്രത്യേകിച്ച് കാണാറുള്ളത് ഭയങ്കര ഫ്ലാറ്റായി പോകും അവരുടെ ഫേസ്. അത് ബിക്കോസ് അത് ഭയങ്കരമായിട്ട് ആ ഒരു കളർ ഇട്ടത് കവർ ചെയ്തിട്ടുണ്ടാവും. ഇതിലെനിക്ക് അങ്ങനെ തോന്നാൻ പാടില്ല എന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ എനിക്കറിയാം, ഇപ്പം ആസ് എ കൺസൾട്ടൻറ്റ് എനിക്കറിയാം എൻ്റെ അടുത്ത് വരുന്ന ഞാൻ നിങ്ങളുടെ പല എന്താ പറയുക കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൺസേൺ ആയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ എല്ലാവരും എന്നോട് പറയുന്നതാണ് നിങ്ങൾക്ക് ഡാർക്ക് സർക്കിൾസ് ഉണ്ട്, നിങ്ങൾക്കും എന്താ പറയുക പിമ്പിൾസ് വരാറുണ്ട്, അതിൻ്റെ മാർക്സ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പം ഡാർക്കായിട്ടുള്ള സ്കിന്നിന് ഒരിക്കലും ആക്ച്വലി ഭയങ്കര എന്താ പറയുക ഒരു ഇതുമില്ലാത്ത രീതിയിൽ പ്യുവറായിട്ടല്ല ഇരിക്കുന്നത്. ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, പിഗ്മെൻറ്റേഷനും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്കും ഇപ്പോൾ കുറച്ച് ഡസ്കി ആയിട്ടുള്ള സ്കിൻ ടോണിലുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ യൂസ് ചെയ്യുന്ന രീതിയിലുള്ള നിങ്ങളുടെ കറക്റ്റ് സ്കിൻ ടോണിലുള്ള മേക്കപ്പാണ് നിങ്ങൾ ഇടുന്നതെങ്കിൽ ചെറിയ രീതിയിൽ ആക്ച്വലി ഭയങ്കര ഫ്ലോലെസ് ആയിട്ടിരിക്കും. പക്ഷെ അപ്പം തന്നെ എലഗൻസ് ഫീൽ ചെയ്യും. അപ്പോൾ കുറച്ചും കൂടെ ഈ ലിജോയുടെ ക്യാരക്ടറിനെ കുറച്ചും കൂടെ റോ ആയിട്ട് കാണിക്കണം. റോ ആയിട്ട് കാണിക്കണം എന്ന് പറയുമ്പോൾ അവർ മേക്കപ്പ് യൂസ് ചെയ്തിട്ടുണ്ടാവില്ല എന്ന് തന്നെ കാണിക്കണം. ഈവൻ വളരെ ചെറിയ മിനിമലായിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ കണ്ണെഴുതിയിട്ടുണ്ടാവും അല്ലെങ്കിൽ പൊട്ട് വെച്ചിട്ടുണ്ടാവും, അതൊക്കെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ വിനയുടെ ആണെങ്കിലും ലിജോയുടെ ആണെങ്കിലും ഈ രണ്ടുപേരുടെയും ക്യാരക്ടേഴ്സിൽ അവർ ശരിക്കും അവരുടെ അപ്പിയറൻസിൽ അധികം ശ്രദ്ധ കൊടുക്കാത്ത രണ്ടാൾക്കാരാണ്. സോ അങ്ങനെ തന്നെയാണ് അത് ചെയ്തു പോയിട്ടുള്ളത്. ലിജോയുടെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ലിജോ മുമ്പ് ചെയ്തിട്ടുള്ള എല്ലാവർക്കും ഭയങ്കര നന്നായിട്ട് അറിയാവുന്ന ഒരു ക്യാരക്ടറാണ് ലിജോയുടെ ജയ് ഭീം എന്ന് പറഞ്ഞ തമിഴ് മൂവിയിലെ ക്യാരക്ടർ, സൂര്യയുടെ കൂടെ ചെയ്തിട്ടുള്ള ക്യാരക്ടർ. അപ്പോൾ അത് കുറച്ച് ഭയങ്കര ഡാർക്ക് സ്കിൻ ടോണിലാണ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ലിജോന് ഏറ്റവും അധികം ലിജോ മഹേഷിൻ്റെ പ്രതികാരം മുതലുള്ള സിനിമയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ലിജോന് മഹേഷിൻ്റെ പ്രതികാരം മുതൽ 1-2 സിനിമയിൽ ആക്ച്വലി കുറച്ച് ഡസ്കി ആക്കിയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അതായത് കുറച്ചൊന്ന് ഡള്ളാക്കിയിട്ടുണ്ട് സ്കിൻ ടോൺ. അപ്പോൾ എനിക്ക് ലിജോനെ പേഴ്സണലി അറിയാമെങ്കിലും എനിക്ക് എൻ്റെ തലയിൽ ആക്ച്വലി വരുന്ന ഇമേജ്, നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഇമേജ് എന്ന് പറയുന്നത് ചിലപ്പോൾ ജയ് ഭീമിനെ പോലെയോ അല്ലെങ്കിൽ മറ്റേതൊക്കെയോ സിനിമയിലുള്ളതിനെ പോലെയോ ആണ്. എനിക്ക് അങ്ങനെ വേണ്ടായിരുന്നു, എനിക്ക് അങ്ങനെ അല്ലാത്തൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്കതിലേക്ക് എത്താൻ പറ്റുന്നില്ല. ഏറ്റവും ആദ്യത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത് എനിക്ക് അതായിരുന്നു, എനിക്കതിലേക്ക് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ കുറേ ആലോചിച്ചിട്ടാണ് ഞാൻ ആക്ച്വലി എത്തിയിട്ടുള്ളത്. ശരിക്കും നമ്മൾ ചിന്താവിഷ്ടയായ ശ്യാമള എന്ന് പറഞ്ഞ സിനിമയിൽ ആക്ട്രസ് സംഗീത ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടറുണ്ട്. അപ്പോൾ ആ ക്യാരക്ടറിൻ്റെ ഒരു ഹെയർ സ്റ്റൈലുണ്ട്. ആ ക്യാരക്ടറിൻ്റെ ഹെയർ സ്റ്റൈൽ എന്ന് ശരിക്കും പറയാൻ പറ്റില്ല. ശരിക്കും സംഗീത കുറേ മൂവീസിൽ ചെയ്തേക്കുന്നൊക്കെ അതിൻ്റെ ഒക്കെ ഒരു ഹെയർ സ്റ്റൈലിൻ്റെ ഒരു രൂപമുണ്ട്. അപ്പോൾ എനിക്ക് ആ ഹെയർ സ്റ്റൈല് വന്നു കഴിഞ്ഞാൽ നന്നായിരിക്കും തോന്നി. അത് ആലോചിച്ചപ്പോൾ തന്നെ സത്യത്തിൽ എനിക്ക് ലിജോയുടെ ഒരു ലുക്ക് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് കിട്ടി. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ ഫേസിനെ ഫ്രെയിം ചെയ്യുന്നൊരു കാര്യമാണ് ഹെയർ എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു മെയിൻ ഒരു കാര്യം കൂടിയാണിത്. അപ്പോൾ ഹെയർ സെറ്റായപ്പോൾ തന്നെ എനിക്ക് കംപ്ലീറ്റ് ലുക്ക് കിട്ടി. ഓക്കെ, എങ്ങനെയായിരിക്കും ലുക്ക് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മുടെ സാധാരണക്കാരിൽ കാണുന്ന ഒരുപാട് എലമെന്റ്സ് മാത്രമേ ഇതിനകത്ത് പാടുള്ളൂ, ഒരു ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വരുന്ന അടുത്ത ചലഞ്ച് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഷറഫുദ്ദീൻ്റെയും പ്രിയംവദയുടെയും ക്യാരക്ടർ ചെയ്തപ്പോഴാണ്. അപ്പം വിനയ് ഫോർട്ട് ചെയ്ത മനോജൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ആണെങ്കിലും അതിൻ്റെ അകത്ത് ഈ പറഞ്ഞ പോലെ എല്ലാ എലമെന്റ്സും നമ്മൾ സാധാരണ കാണുന്ന കുറേ എലമെന്റ്സ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഷറഫുദ്ദീൻ്റെയും പ്രിയംവദയുടെയും കാര്യം വന്നപ്പോൾ ഇപ്പോൾ ഷറഫുദ്ദീൻ്റെ കാര്യത്തിൽ ആക്ച്വലി ഷറഫുദ്ദീൻ്റെ കോസ്റ്റ്യൂമിൽ ആക്ച്വലി ഒരുപാട് രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് ഒന്നും ആക്ച്വലി ഞാൻ അതിനകത്ത് മെയിനായിട്ട് എടുത്തിട്ടില്ല. ബിക്കോസ് ഷറഫുദ്ദീന് കുറച്ച് പ്രിഫറൻസസും കൂടി ഉണ്ടായിരുന്നു. ഷറഫുദ്ദീൻ എങ്ങനെ വേണം എന്നുള്ളത് ഷറഫുദ്ദീന് തന്നെ കുറച്ചൊരു രൂപം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഷറഫുദ്ദീൻ എന്നോട് ഷെയർ ചെയ്യുകയാണ് ചെയ്തത്. അത് ഷെയർ ചെയ്തിട്ട് അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഷറഫുദ്ദീൻ്റെ കാര്യത്തിൽ സ്റ്റൈൽ ചെയ്തിട്ടുള്ളത്. ഷറഫുദ്ദീൻ്റെ ഹാരിസ് എന്നുള്ള ക്യാരക്ടർ ശരിക്കും അതുകൊണ്ട് തന്നെ അതിൻ്റെ കോസ്റ്റ്യൂമും അതിൻ്റെ സ്റ്റൈലിങ്ങും ഒക്കെ കസ്റ്റം മെയ്ഡാണ്. എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഷറഫുദ്ദീൻ എൻ്റെ അടുത്ത് പറഞ്ഞത് അതുപോലെ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ് കൂടുതലായിട്ടും ചെയ്തിട്ടുള്ളത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ മൂവിയുമായിട്ട് യോജിച്ച് നിൽക്കുക വേണം. ഐ മീൻ കളർ പാലറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിലും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇവരുടെ ഒരു ക്ലാസ് ഫീൽ ചെയ്യുകയും വേണം, ആൻഡ് ആ ഒരു എലഗൻസ് ഫീൽ ചെയ്യും വേണം. അങ്ങനെയാണ് ഞാൻ ഷറഫുദ്ദീൻ്റെ ക്യാരക്ടറിൽ വർക്ക് ചെയ്തിട്ടുള്ളത്. പ്രിയംവദയുടെ കാര്യത്തിൽ വരുമ്പോൾ പ്രിയംവദയും ഈ പറയുന്നത് പോലെ ഞാൻ പ്രിയംവദയെ മുമ്പ് ആകെപ്പാടെ എനിക്കൊരു ഐഡിയ ഉള്ളത് ആ തൊട്ടപ്പനിലെ സിനിമയെ കുറിച്ച് മാത്രമാണ്.
അത് കഴിഞ്ഞിട്ട് പ്രിയമത ചെയ്തിട്ടുണ്ട്, പ്രിയമത മോഡലായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത്ര ഫെമിലിയർ ആയിരുന്നില്ല എങ്ങനെയാകും എന്നുള്ളത്. ആൻഡ് ഓൾസോ സിനിമ ഷൂട്ടിങ് തുടങ്ങി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് ശരിക്കും പ്രിയംവദയുടെ ക്യാരക്ടർ ഫിക്സ് ആവുന്നത്. അതുവരെ ആരാണെന്നുള്ളത് ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ അറ്റ് ദ സെയിം ടൈം ഈ ഷൂട്ടിങ് നടന്നിട്ടുള്ളത് തലശ്ശേരിയിലാണ്. ഇപ്പോൾ തലശ്ശേരിയിൽ ഷൂട്ടിങ് നടക്കുമ്പോൾ എനിക്ക് ശരിക്കും കൊച്ചിയിൽ നിന്ന് തന്നെ ഫാബ്രിക് ഒക്കെ സോഴ്സ് ചെയ്ത് അവിടെ പോകേണ്ടതുണ്ടായിരുന്നു. ഈവൻ മെഷർമെൻറ്റ് മാത്രമേ ഉള്ളൂ കിട്ടാത്തത്. ഏത് ആർട്ടിസ്റ്റ് ആണെന്ന് അറിയില്ല, മെഷർമെൻറ്റ് അറിയില്ല. പക്ഷേ എനിക്ക് കൃത്യമായിട്ട് അതിനകത്ത് ഐഡിയ ഉണ്ടായിരുന്നു. എന്താ പറയുക, അതിൽ എങ്ങനത്തെ കോസ്റ്റ്യൂം വേണം എന്നുള്ള കാര്യത്തിൽ. ബിക്കോസ് രാജേഷ് എനിക്ക് തന്ന ബ്രീഫിൽ രാജേഷിനോട് പറയുന്നുണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലേഡിയാണ് ശരിക്കും പ്രിയമതയുടെ ക്യാരക്ടർ. ആൾക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരാളാണ്, സ്വന്തമായിട്ട് തീരുമാനങ്ങളും താല്പര്യങ്ങളും ഉള്ള ഒരാളാണ്, അഭിപ്രായങ്ങളുള്ള ഒരാളാണ്. അപ്പോൾ അത് ഫീൽ ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ആളൊരു US ബേസ്ഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാവണം, അതൊക്കെ മനസ്സിലുണ്ടാവണം എന്ന് പറഞ്ഞു. ആൻഡ് അറ്റ് ദ സെയിം ടൈം പ്രിയമവദ ഒരു മുസ്ലിം ക്യാരക്ടറിനെയാണ് പ്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ ആ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. അപ്പോൾ ക്യാരക്ടറിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് ഞാൻ ആദ്യം ഈ പറഞ്ഞ കോസ്റ്റ്യൂമിലാണ് ശ്രദ്ധിക്കുന്നത്. കോസ്റ്റ്യൂം ആൻഡ് ആക്സസറീസ് ശ്രദ്ധിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ മേക്കപ്പ് ലുക്കും എൻ്റെ മനസ്സിൽ കൃത്യമായിട്ടുണ്ടായിരുന്നു എങ്ങനെ വേണമെന്നുള്ളത്. ആൻഡ് അത് നമ്മൾ ആക്ച്വലി ഫാബ്രിക് ഒക്കെ സോഴ്സ് ചെയ്തിട്ടുള്ളത് ഞാൻ ഗുഡ്വില്ലിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ട്, ഞാൻ മിലനിൽ നിന്ന് സോഴ്സ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ സോഴ്സ് ചെയ്തിട്ടാണ് ഞാൻ തലശ്ശേരിക്ക് പോകുന്നത്. പക്ഷേ തലശ്ശേരിക്ക് പോയി അതിനുശേഷമാണ് പ്രിയമവദയാണെന്ന് അറിയുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാൻ ആക്ച്വലി ആ ഒരു പ്രത്യേക ഫാബ്രിക്കും കൊണ്ട് ഞാൻ അവിടെയുള്ള ബൊട്ടീക്സ് ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നോക്കിയിട്ട് ഞാൻ തലശ്ശേരിയിലുള്ള സലാ ബൊട്ടീക്കിലാണ് പോകുന്നത്. അപ്പോൾ സലാ ബൊട്ടീക്കിലാണ് ആക്ച്വലി ആ ഒരു കോസ്റ്റ്യൂം സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുള്ളത്. ആ കോസ്റ്റ്യൂം ഇപ്പം എനിക്കറിയാം, ഇത് കണ്ടിട്ട്, ഈ മൂവി കണ്ടിട്ട് എന്നോട് ഒരുപാട് പേര് ആ കോസ്റ്റ്യൂം എവിടെ നിന്നാണെന്ന് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ കോസ്റ്റ്യൂം പോലെ സ്റ്റിച്ച് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് എനിക്ക് പറയുന്നത് സലാ ബുട്ടീക്കിലാണ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഒരു റെഫറൻസ് പിക്ചർ മാത്രമേ കാണിച്ചു കൊടുത്തിട്ടുള്ളൂ. ആൻഡ് സലാ ബുട്ടീക്കിലാണ് എനിക്ക് അത് സ്റ്റിച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. എന്നുവെച്ചാൽ അവരത് ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തു തന്നു. നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിച്ചിട്ട് അതിനുള്ളിൽ തന്നെ, ആ ഒരു ടൈം പീരീഡിനുള്ളിൽ തന്നെ എനിക്ക് തന്നിട്ടുണ്ട്. ബട്ട് ആ മോഡലൊക്കെ അതിഭീകരമായിട്ട് വർക്ക് ആയിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ പ്രിയമവദയുടെ മേക്കപ്പിൻ്റെ കാര്യം, ഞാൻ ആക്ച്വലി അന്ന് പ്രിയമവദയെ കാണുമ്പോൾ പ്രിയമവദയുടെ ഫേസിൽ ആക്ച്വലി കുറേ ആക്നെ സ്കാർസും കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ഇപ്പോൾ പ്രിയമവദയുടെ ഫേസൊക്കെ നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആണ്. അപ്പോൾ ആ സമയത്ത് എന്തോ ബ്രേക്ക്ഔട്ട്സ് ഉള്ള ഒരു ടൈമായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ആക്ച്വലി പ്രിയമവദയാണെങ്കിലും അതിനെപ്പറ്റി കോൺഷ്യസ് ആവാൻ പാടില്ല, പെർഫോം ചെയ്യുന്നതിനെ അത് ബാധിക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഒരുപാട് മേക്കപ്പും, നമുക്ക് ഓവറായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു എൻ്റെ ഒരു ബേസ് മേക്കപ്പിൻ്റെ റെഫറൻസിൽ അങ്ങനെയായിരുന്നു. ബേസ് മേക്കപ്പ് മാത്രം ശ്രദ്ധിച്ചാൽ മതി, കൂടുതലായിട്ട് ഫീച്ചേഴ്സിനെ ഒന്നും എൻഹാൻസ് ചെയ്യേണ്ട ഭയങ്കരമായിട്ട്, അതായത് കണ്ണ് എഴുതുക അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യേണ്ട എന്നുള്ളത്. പ്രിയമവദ ഡെയിലി ലൈഫിൽ ആക്ച്വലി കണ്ണ് മുകളിലാണെങ്കിൽ കൂടി ചെറുതായിട്ടൊന്ന് എഴുതാറുണ്ട്, അങ്ങനെയാണ് കാണാറുള്ളത്. അപ്പോൾ എനിക്ക് അങ്ങനെ അല്ലാത്ത ഒരു ലുക്കായിരുന്നു എനിക്ക് വേണ്ടത്. ആൻഡ് അതിന് ആക്ച്വലി എന്നെ ഹെൽപ്പ് ചെയ്തത് എൻ്റെ കൂടെ തന്നെ പഠിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ പേൾ അക്കാഡമി മുംബൈയിലാണ് പഠിച്ചത്, സ്റ്റൈലിംഗ് കോഴ്സൊക്കെ ചെയ്തത്. അപ്പോൾ അവിടെ തന്നെ സെലിബ്രിറ്റി മേക്കപ്പ് എന്ന് പറഞ്ഞൊരു ഡിപ്പാർട്ട്മെൻറ്റ്, വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്, വേറെ കോഴ്സാണത്. അപ്പോൾ അവിടെ തന്നെ പഠിച്ചിട്ടുള്ള തക്ഷ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടിയുണ്ട്. തക്ഷ ആക്ച്വലി എൻ്റെ കൂടെ എൻ്റെ ഈവൻ എന്താ പറയുക, പഠിക്കുന്ന സമയത്തുള്ള ഫസ്റ്റ് ഷൂട്ട് ഒരു ഫോട്ടോഷൂട്ടായിരുന്നു അത്. അപ്പോൾ അതിൽ എൻ്റെ അസൈൻമെൻറ്റിൽ കൂടെ വർക്ക് ചെയ്ത, നമ്മൾ കൊളാബിലാണ് അന്ന് ചെയ്യുന്നത്. അപ്പോൾ മുതൽ എനിക്ക് ആക്ച്വലി തക്ഷനെ അറിയാം. ആൻഡ് തക്ഷയുടെ വർക്ക് എങ്ങനെയാണെന്നും എനിക്ക് ഏകദേശം അറിയാം. അപ്പോൾ എനിക്ക് തക്ഷ വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ തക്ഷനെ ഞാൻ വിളിച്ചു, തക്ഷ വന്നു. പക്ഷെ തക്ഷയ്ക്ക് എല്ലാ സമയത്തും തക്ഷയ്ക്ക് അതിൻ്റെ കൂടെ നിൽക്കാൻ പറ്റിയിട്ടില്ല. തക്ഷ ഓൾമോസ്റ്റ് ഒരു 10 days വന്നിട്ട് ഞാൻ എന്താണോ പറഞ്ഞു കൊടുത്തത് അതങ്ങനെ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തന്നു. ഞാൻ എന്താണ്, അതായത് ഞാൻ കണ്ണിലൊക്കെ വളരെ ഐഷാഡോ വെച്ചിട്ടുള്ള മേക്കപ്പ് മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞു, കണ്ണ് എൻഹാൻസ്ഡ് ആവാൻ മസ്കാരയും കൂടി ഇടണം എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ച് ബാക്കി ബേസൊക്കെ ക്ലീൻ ആക്കി സ്കിന്ന് നല്ല ഫ്ലോലെസ് ആക്കി മാറ്റി തന്നിട്ട് പോയി. പിന്നെ ആക്ച്വലി തക്ഷ കാണിച്ചു തന്നത് എന്താണോ അത് ഞാനും പ്രിയമവദയും കൂടി വീണ്ടും എക്സിക്യൂട്ട് ചെയ്ത് പോവായിരുന്നു. എനിക്ക് ആക്ച്വലി പ്രിയമവദയുടെ മേക്കപ്പ് ചെയ്യാമായിരുന്നു ആദ്യം മുതലേ. പക്ഷെ എനിക്ക് പറഞ്ഞ പോലെ ബാക്കി എല്ലാ ക്യാരക്ടേഴ്സിൻ്റെയും, അതായത് ഓരോരോ ക്യാരക്ടർ എൻട്രി ചെയ്യുമ്പോൾ അതിൽ എങ്ങനെയാണ് അവർ വരേണ്ടതെന്നുള്ളത് ഞാനായിരുന്നു തീരുമാനിച്ചുകൊണ്ടിരുന്നത്. മേക്കപ്പ് ആർട്ടിസ്റ്റിനാണെങ്കിലും ഗൈഡൻസ് കൊടുക്കണം, കോസ്റ്റ്യൂമിനാണെങ്കിലും ഗൈഡൻസ് കൊടുക്കണം. കോസ്റ്റ്യൂംസ് പല സമയത്തും സോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആക്ച്വലി കോസ്റ്റ്യൂം ഡിസൈനർ ഈ മൂവിയിലുണ്ട് വേറെ, സുജിത് മട്ടന്നൂരാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്, ഹസൻ വണ്ടൂരാണ്. അപ്പോൾ ഈവൻ സുജിത്തേട്ടനാണെങ്കിലും ഹസനക്കൊക്കെ ആണെങ്കിലും ഇവർക്കൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞു കൊടുത്ത് ഇവരുടെ കൂടെ നിന്നത് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുക. ഞാൻ എപ്പോഴും സ്കിൻ കെയറിൻ്റെ കാര്യത്തിലും ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, സ്കിന്ന്
ഒരു സ്കിൻ ടോണ് ഇമ്പ്രൂവ് ആക്കുന്നതിനേക്കാളും ഏറ്റവും നന്നായിട്ട് നിങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്കിന്ന് ഫ്ലോലെസ് ആക്കുക എന്നുള്ളതാണ്. ഇപ്പം ലിജോയുടെ കാര്യത്തിൽ ലിജോ ആക്ച്വലി കുറച്ച് റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയതുകൊണ്ടും അത്തരം കാര്യങ്ങളിൽ തീരെ ശ്രദ്ധിക്കാത്ത സാധാരണ ഒരാളായതുകൊണ്ടുമാണ് ലിജോയുടെ മേക്കപ്പിൽ ആക്ച്വലി ഒന്നും ഫ്ലോലെസ് ആക്കിയിട്ടില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. എന്താണോ ആ സ്കിന്നിലുള്ളത് അതെല്ലാം അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ടാണ് ആ ഒരു ഡെസ്കിനെസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പം നേരെ മറിച്ച് പ്രിയമതയുടെ കാര്യം വരുമ്പോൾ പ്രിയമതയ്ക്ക് അങ്ങനെയല്ല, പ്രിയമതനെ പ്രസൻറ്റ് ചെയ്യേണ്ടത് അങ്ങനെയല്ല എന്ന് എനിക്കറിയായിരുന്നു. സോ അതുകൊണ്ട് തന്നെ പ്രിയമതയുടെ കാര്യത്തിൽ ഞാൻ മെയിനായിട്ട് സ്കിന്ന് ഭയങ്കര ഫ്ലോലെസ് ആക്കിയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് ശ്രദ്ധിച്ചൊരു കാര്യം. ബിക്കോസ് ഒരുപാട് സ്കിന്നിന് അവിടെ എവിടെയായിട്ട് ആക്ച്വലി ഈ പറഞ്ഞ പോലെ ഡാർക്ക് സ്പോട്ട്സ് നന്നായിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അതുപോലെ പിമ്പിൾസ് ഉണ്ടായിരുന്നു, അതും റെഡ് പിമ്പിൾസ് ആയിരുന്നു കൂടുതലായിട്ടും ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് മേക്കപ്പ് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ആ ടൈമിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ഫ്ലോലെസ് ആക്കി മാറ്റുകയാണ് ചെയ്തത്. അതിൽ നമ്മൾ കളർ കറക്റ്റർ യൂസ് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫൗണ്ടേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്, കൺസീലർ യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ കൺസീലറും ഈ പറഞ്ഞ കളർ കറക്റ്ററും യൂസ് ചെയ്തതാണ് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ടുള്ളത്. ഫൗണ്ടേഷൻ ആക്ച്വലി വളരെ മിനിമലായിട്ടാണ് ചെയ്തിട്ടുള്ളത്, പക്ഷേ ഈവൻ ദോ ഫൗണ്ടേഷനും യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്തിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ ഒരു ന്യൂഡ് കളർ ഒരു ലിപ്സ്റ്റിക് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഓൾസോ വേറൊരു കാര്യം എനിക്ക് പറയാനുള്ള കാര്യം, പ്രിയമത ഫോർച്ചുനേറ്റ്ലി പ്രിയമത ആക്ച്വലി ഒരു കൂൾ ടോണിലുള്ള ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം കൂടി ബെറ്ററായി വന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. ആ ക്യാരക്ടർ അത് ഭയങ്കരമായിട്ട് നന്നായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ വരുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഇമോഷണൽ സീൻസ് ഉള്ള ഒരു ഏരിയ ഉണ്ട്. അത് എനിക്കറിയാം, ഒരുപാട് റിവ്യൂവേഴ്സ് പറഞ്ഞിട്ടും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഭയങ്കര ഇമോഷണൽ ആക്കുന്ന അങ്ങനത്തെ ഒരു സീനുണ്ട്. അപ്പോൾ ആ ഒരു സീനിൽ ശരിക്കും ഫൈസയുടെ ക്യാരക്ടർ, അതായത് പ്രിയമത ചെയ്ത ക്യാരക്ടറും അതുപോലെ ലിജോ ചെയ്യുന്ന ക്യാരക്ടറും, ഇവരുടെ രണ്ടിൻ്റെയും ഒരു മെൻ്റൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരുപോലെയാണ്. അപ്പം അത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ, രണ്ടുപേരും ക്ലാസ് വൈസ് നോക്കുമ്പോൾ രണ്ടുപേരും എന്താ പറയുക, രണ്ട് ക്ലാസ്സിലുള്ള ആൾക്കാരാണ്. പക്ഷെ അവരുടെ മെൻ്റലി ഉള്ളവരുടെ ഒരു കോൺഫ്ലിക്റ്റ് എന്നൊക്കെ പറയുന്നത് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറയുന്നത്, രണ്ടാൾക്കും ആക്ച്വലി കൊടുത്തിട്ടുള്ള കോസ്റ്റ്യൂമിൻ്റെ കളർ ഒന്നാണ്. അതായത് കളർ മാത്രമേ ഉള്ളൂ, അതിൽ ഡിസൈൻസ് ഉണ്ട്. ഇപ്പോൾ ലിജോയിടത്തിൽ ആക്ച്വലി ഡിസൈൻസ് ഉണ്ട്, പ്രിൻസ് ഒക്കെ ഉണ്ട്. ഇപ്പം പ്രിയമതയുടെ നോക്കുമ്പോൾ കൂടുതലായിട്ടും സോളിഡ് കളറാണ്. ഞാൻ എപ്പോഴും പല വീഡിയോസിലും ഞാൻ പറയാറുണ്ട്, എല്ലാവരുടെ അടുത്തും പറയാറുള്ള ഒരു കാര്യമാണ് സോളിഡ് കളേഴ്സ് യൂസ് ചെയ്യാൻ. സോളിഡ് കളേഴ്സ് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഗ്രാൻഡ് ആയിട്ടും കുറച്ചും കൂടി എലഗൻ്റ് ആയിട്ടും കുറച്ചും കൂടി ക്ലാസി ആയിട്ടും ഫീൽ ചെയ്യുന്നുള്ളത് അത് നിങ്ങൾക്ക് ശരിക്കും ഈ മൂവി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ബിക്കോസ് ഇതിലെ കോസ്റ്റ്യൂംസ്, ഇപ്പോൾ ഷർഫുദ്ദീൻ്റെ ആണെങ്കിലും പ്രിയമതയുടെ ആണെങ്കിലും കോസ്റ്റ്യൂംസിൽ കൂടുതലായിട്ടും സോളിഡ് കളേഴ്സ് മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അൺലെസ് ഇപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന കുറച്ച് സീൻസിലുള്ള കോസ്റ്റ്യൂംസ് ഒഴിച്ചാൽ. സോളിഡ് കളേഴ്സ് ചെയ്യാനുള്ള മെയിൻ കാര്യം ഇതാണ്, എലഗൻസും ക്ലാസും ഫീൽ ചെയ്യണം എന്നുള്ളത്. നേരെ മറിച്ച് ഇപ്പോൾ ലിജോയുടെയും വിനയുടെയും ക്യാരക്ടർ, അവർ കൂടുതലായിട്ടും ചെക്സ്, പ്രിൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നവരാണ്. ഭയങ്കര ഫ്ലോറൽ പ്രിൻ്റ് ഒക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ മെയിൻ കാര്യം വെച്ചാൽ അവരുടെ അത്രയും ഭയങ്കര സോഫ്റ്റ് ആണ്, ഭയങ്കര റോ ആണ്, ഭയങ്കര ഡെലിക്കേറ്റ് ആണ്, ഭയങ്കര സാധാരണ മനുഷ്യർ. അതെനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ഈവൻ അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ബിക്കോസ് അവർ എന്തിനും റെഡിയാണ്, എന്ത് എക്സ്പെരിമെൻ്റ് അവരെ വെച്ച് നടത്താനും അവർ റെഡിയാണ്. ലിജോ ഒക്കെ ആണെങ്കിലും ലിജോ ക്യാരക്ടറിന് വേണ്ടിയിട്ടൊക്കെ എന്തും ചെയ്യാൻ റെഡിയാണ്. എങ്ങനെയും വിനയ് ആണെങ്കിലും കേട്ടോ, വിനയും അങ്ങനെ തന്നെയാണ്, അതിൽ എഫേർട്ട് എടുത്തിട്ടുള്ളത് അങ്ങനെ തന്നെയാണ്. അതായത് എനിക്ക് ഓർമ്മയുള്ളൊരു കാര്യം വെച്ചാൽ, വിനയ് ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഒരു പല്ല് വെച്ചിട്ടുണ്ട്. അപ്പം ഈ പല്ല് വെച്ചിട്ട് വിനയ് ആക്ച്വലി അഭിനയിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വിനയുടെ ചുണ്ടൊക്കെ പൊട്ടുന്നുണ്ട്, ഈ ഒരു ഭാഗത്തൊക്കെ പൊട്ടുന്നുണ്ട്, അതിൻ്റെ പെയിൻ ഉണ്ട്. പക്ഷേ ഈവൻ ദോ വിനയ് അത് വീണ്ടും അത് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. എന്നുവെച്ചാൽ അത്രയും ഒരു എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാവുന്നുണ്ടെന്നുള്ളത്. ലിജോ ആണെങ്കിലും അതെ, ലിജോയ്ക്ക് ഹെയറിൽ ചെയ്തേക്കുന്ന, അതായത് അത് ഭയങ്കര ലിജോയുടെ ഒറിജിനൽ ഹെയറിനെ ഭയങ്കരമായിട്ട് ടൈറ്റ് ആക്കിയിട്ടാണ് നമ്മൾ വേറൊരു ഹെയർ അതിനകത്ത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ ഒരു ഹെയർ സ്റ്റൈലിലേക്ക് കൊണ്ടുവരണം. ലിജോയുടെ ആ സമയത്ത് ഭയങ്കര കുറച്ച് ഷോർട്ട് ഹെയർ ആണ്, അപ്പോൾ ആ ഷോർട്ട് ഹെയറിനെ ഭയങ്കരമായിട്ട് ടൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തലയിൽ അങ്ങനെ വെക്കുന്ന സമയത്ത് തന്നെ ഭയങ്കര പെയിൻഫുൾ ആണ് അതങ്ങനെ വെക്കുന്നത്. അതായത് ചില ദിവസം രാവിലെ മുതൽ രാത്രി വരെ ഷൂട്ട് ഉണ്ടാവും. അപ്പോൾ രാവിലെ റെഡിയായി ഇരുന്ന് കഴിഞ്ഞാൽ രാത്രി വരെ അങ്ങനെ ഇരിക്കേണ്ടി വരും. അപ്പോൾ അത്രയും നേരം തലയൊക്കെ അങ്ങനെ വലിച്ച് മുറുക്കി കെട്ടിയിട്ട് ഒരു ഈവനിങ് ഒക്കെ ആവുന്ന സമയത്ത് മുതൽ ഭയങ്കര തലവേദനയായി തുടങ്ങും ലിജോയ്ക്ക്. പക്ഷെ അതൊന്നും കാണിക്കാതെ തന്നെയാണ് ആള് നന്നായിട്ട് പെർഫോം ചെയ്ത് പോയിട്ടുള്ളത്. ഇതിന് അതുപോലെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ഷർഫുദ്ദീൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിൽ ഷർഫുദ്ദീന് ഉള്ള പ്രിഫറൻസസ് ഒക്കെ എടുത്തിട്ട് പുള്ളി പറഞ്ഞു തന്ന രീതിക്ക് തന്നെയാണ് കോസ്റ്റ്യൂംസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് കസ്റ്റം മെയ്ഡ് കോസ്റ്റ്യൂം ആയതുകൊണ്ട് തന്നെ അതെന്നെ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്ത് ആക്ച്വലി കൊച്ചിയിൽ തന്നെ എടപ്പള്ളിയിലുള്ള
ഡേബക്സ് എന്ന് പറഞ്ഞ ഡിസൈനർ സ്റ്റുഡിയോ ആണ്. അവരാണ് എന്നെ ഭയങ്കരമായിട്ട് അത് ഹെൽപ്പ് ചെയ്തത്. തലശ്ശേരിക്ക് പോയതിനു ശേഷം ഇപ്പോൾ ഒരു ഫൈറ്റ് സീനിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ കോസ്റ്റ്യൂം കൂടെ വേണമായിരുന്നു. അപ്പോൾ അത് ഞാൻ തലശ്ശേരി ചെന്നിട്ടാണ് അത് അറേഞ്ച് ചെയ്യുന്നത്. ഇവനത് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്ത ബട്ടണും അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അതിനകത്ത് വീണ്ടും വേണം. അപ്പോൾ ബിക്കോസ് അതിന് കണ്ടിന്യൂറ്റി ആണല്ലോ, അപ്പോൾ അത് തന്നെ വേണം. അപ്പോൾ ആ ബട്ടണൊക്കെ ആ സമയത്ത് എവിടെയാണ് പോയിട്ട് എനിക്ക് കിട്ടുക എന്നുള്ള അറിയുണ്ടായിരുന്നില്ല. പെട്ടെന്ന് തന്നെ ഞാൻ ഈ പറഞ്ഞ ഡേബക്സിൽ വിളിച്ച് പറഞ്ഞപ്പോൾ അവരപ്പം തന്നെ അത് കൊറിയർ ചെയ്ത് തന്നു എനിക്ക്. അത് കൊറിയർ തന്നു. അത് വെച്ചിട്ടാണ് പിന്നീട് അത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള എന്താ പറയുക, ഒരുപാട് പേരുടെ എഫേർട്ട് ചേർന്നിട്ട് തന്നെയാണ് അത് ഞാൻ അച്ചീവ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതിനകത്തുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇപ്പോൾ ഇവരുടെയൊക്കെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ കൂടി നമുക്ക് ഓരോരുത്തർക്കും ഒരു പേഴ്സണാലിറ്റി ഉണ്ട്. അപ്പോൾ ആ പേഴ്സണാലിറ്റി വിട്ടിട്ട് വേറൊരു പേഴ്സണെ പോലെ നമ്മൾ അല്ലെങ്കിൽ നമ്മളുടെ മേക്കപ്പോ നമ്മളുടെ ഒരു സ്റ്റൈലിങ്ങോ നമ്മളുടെ കോസ്റ്റ്യൂമോ ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മളൊരു മെയിൻ ക്യാരക്ടർ അല്ലാന്ന് തോന്നുക. അപ്പോഴും എനിക്ക് പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ, നമ്മൾ എന്താണോ, നമ്മുടെ പേഴ്സണാലിറ്റി എന്താണോ അതിനനുസരിച്ചിട്ട് വേണം നമുക്ക് മറ്റുള്ളതിൽ നിന്നും കൂടി നമ്മൾ അഡാപ്റ്റ് ചെയ്യാൻ. ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലിജോയുടെ ക്യാരക്ടർ ആണെങ്കിൽ, ലിജോയുടെ ക്യാരക്ടറിന് ആക്ച്വലി പ്രത്യേകിച്ച് ഭയങ്കര റോ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്, സാധാരണ ഒരു ക്യാരക്ടറാണ്. പക്ഷേ ഈവൻ ദോ എന്താണോ മാർക്കറ്റിൽ അവൈലബിൾ ആവുന്ന ട്രെൻഡ്സിനനുസരിച്ചുള്ള ക്ലോത്ത്സ് അതായിരിക്കും കൂടുതലായിട്ടും ലിജോയുടെ പേഴ്സണാലിറ്റിക്ക് അനുസരിച്ചിട്ട് എടുക്കുക. അപ്പോൾ ട്രെൻഡ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല. കളേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, മേ ബി പ്രിന്റ്സ് ഇൻഫ്ലുവൻസ് ചെയ്യും, മേ ബി ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യത്തിൽ ഇൻഫ്ലുവൻസ് ചെയ്യും, അതൊക്കെ വരും. പക്ഷേ നമ്മുടെ പേഴ്സണാലിറ്റിക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയിലേക്ക് ഇത് എടുത്തു കഴിഞ്ഞാൽ അത് പേഴ്സണാലിറ്റിക്ക് ചേരുമോ എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് കാര്യവും നമ്മൾ തീരുമാനിക്കാൻ. ഇപ്പോൾ അത് ഞാൻ പറയുന്നത് ഇപ്പം എല്ലാവരുടെയും നമ്മുടെയൊക്കെ പേഴ്സണലുള്ള കാര്യമാണ്. എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്റ്റൈലുണ്ട്. അപ്പോൾ ആ പേഴ്സണൽ സ്റ്റൈലിൽ നിന്നുകൊണ്ട് മാത്രം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോരോ എലമെന്റ്സ് ആഡ് ചെയ്യുന്നത് നമുക്ക് ചേരുമോ, നമ്മൾ ചെയ്ത് നോക്കുക, നമുക്ക് ചേരുമോ നോക്കുക, നമ്മുടെ ഫേസിന് ചേരുമോ നോക്കുക, നമ്മുടെ സ്കിൻ ടോണിന് ചേരുമോ നോക്കുക, ഇതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഓൾസോ പേഴ്സണൽ കളർ അനാലിസിസ് എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതെനിക്ക് കുറച്ചും കൂടി എനിക്ക് ഇപ്പോഴും കൂടുതലായിട്ടും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഈവൻ നമ്മൾ സിനിമയിലൊന്നും നോർമലി അങ്ങനത്തരം കാര്യങ്ങൾ നോക്കാറേ ഇല്ല. പക്ഷേ പ്രിയമതയുടെ കാര്യത്തിൽ നന്നായിട്ട് വന്നിട്ടുള്ളത് കൊണ്ടാണ് പ്രിയമതയുടെ ആ ഒരു ക്യാരക്ടറിന് തന്നെ ആ ഒരു എലഗൻസും ആ ഒരു ബ്രൈറ്റ്നെസ്സും ഒക്കെ വരുന്നത്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അതായത് പ്രിയമതയുടെ ക്യാരക്ടേഴ്സ് മറ്റുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇതുവരെ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് വെച്ചിട്ട് പ്രിയമത ഈ ഒരു മൂവിയിൽ എന്തുകൊണ്ടാണ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നത്, എങ്ങനെയാണ് ആ എലഗൻസ് വന്നതെന്നുള്ളത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പറയുന്നൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്ക് എന്തായാലും അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം മീൻസ് അവർ കടന്നു പോകുന്ന ഓരോ സ്ട്രഗിൾ ഉണ്ട്. ഇപ്പോൾ ലിജോയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, പ്രിയമതയുടെ ക്യാരക്ടർ ആയിക്കോട്ടെ, അവർ കടന്നു പോകുന്ന ഓരോ സ്ട്രഗിൾ ഉണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരാണ്. ആൻഡ് എന്താണ് അവരുടെ ഉള്ളെന്ന് നമുക്ക് മനസ്സിലാവും, എന്താ അവരുടെ മനസ്സെന്ന് നമുക്ക് മനസ്സിലാവും. എങ്ങനെയാണ് മനുഷ്യന്മാർ ഇത്തരമുള്ള സിറ്റുവേഷനിൽ എങ്ങനെ ബിഹേവ് ചെയ്യും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ക്യൂരിയോസിറ്റി വരും. നമുക്കൊക്കെ ആണെങ്കിൽ നമ്മളെ എങ്ങനെയായിരിക്കും നമ്മളത് ചെയ്യുക എന്നുള്ള കാര്യത്തിലൊക്കെ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. നമ്മുടെ പേഴ്സണൽ പ്രശ്നമായിട്ടൊക്കെ തോന്നും. ഏറ്റവും അവസാനമൊക്കെ ശരിക്കും കണ്ടിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മൾ ആ ഇമോഷൻ ഹോൾഡ് ചെയ്തതിൻ്റെ ഒരു കാര്യം ഉണ്ടാവും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഭയങ്കര റിലാക്സ്ഡ് ആയി തന്നെയാണ് നമ്മൾ തിയേറ്റർ വിട്ട് ഇറങ്ങുക. ആ ഒരു കാര്യത്തിൽ ഞാൻ ഗ്യാരണ്ടി തരാം. അതായത് നമ്മൾ ഭയങ്കര എന്താ പറയുക സങ്കടത്തിലോ അങ്ങനെയൊന്നും അല്ല ഇറങ്ങുക. നമുക്ക് ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കുറച്ചും കൂടി നമുക്ക് മനുഷ്യന്മാരോടൊക്കെ സ്നേഹം തോന്നുന്ന രീതിയിലായിരിക്കും നമ്മളൊക്കെ തിയേറ്റർ വിട്ട് ഇറങ്ങുക. അപ്പോൾ അതുകൊണ്ട് തന്നെ സംശയം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ സംശയം സിനിമ തിയേറ്ററിൽ പോയി കാണണം. കണ്ടിട്ട് എന്നോട് പറയണം. ഈവൻ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കേണ്ടതുണ്ടെങ്കിൽ പോലും അതും എന്നോട് നിങ്ങൾക്ക് പറയാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ചാറ്റാ ബൈ, ലവ് യു.